മോദി സർക്കാർ ഭരണത്തിലേക്ക് എത്തിയതോടെ പല സ്ഥലത്തു നിന്നും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഉൾപ്പെടെയുള്ള പല നേതാക്കളും ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർ ബി.ജെ.പിയിലേക്ക് മാറിക്കഴിഞ്ഞു. എന്താണ് ശരി എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. താമരയ്ക്കൊപ്പം നിൽക്കാനാണ് പലപ്പോഴും ഇപ്പോൾ പല പാർട്ടിക്കാരും ശ്രമിക്കുന്നത്. താമര തന്നെയാണ് ഏറ്റവും ഒടുവിൽ വിജയിക്കുകയെന്നും എന്താണ് ബി.ജെ.പിക്ക് ഈ രാജ്യത്ത് ഉള്ള സ്വാധീനമെന്നും ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇന്ത്യക്കൊപ്പം ഇന്ത്യയുടെ കരുത്തായി നിൽക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്രം ഭരിക്കുന്നത് ബി.ജെ.പി ആണ്. കേരളത്തിൽ ഒരിക്കലും ഒരു സീറ്റ് ബി.ജെ.പിക്ക് കിട്ടില്ല എന്ന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നും ബി.ജെ.പി പറഞ്ഞത് കേരളത്തിൽ വരും ഒരു സീറ്റ് ഒന്നല്ല, കേരള സംസ്ഥാനത്തിൽ താമരകൾ വിരിയിക്കും എന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് ആദ്യത്തെ താമര തൃശ്ശൂരിൽ വിരിയിച്ചു കഴിയുകയും ചെയ്തു. ഇപ്പോൾ മറ്റു പാർട്ടിയിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് കൂട്ടപലായനം നടക്കുകയാണ്. എസ്.എഫ്.ഐ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന ഗോകുൽ ഗോപിനാഥ് ബി.ജെ.പിയിൽ ചേർന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് എത്തുന്നത്. ഗോകുൽ നിലവിൽ കുടപ്പനക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗവും മണ്ണടി ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്നു. താൻ ഇതുവരെ CPM വിട്ടിട്ടില്ല എന്നും ഇപ്പോൾ വിടുന്നുവെന്നും ഗോകുൽ പറഞ്ഞു. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചു. രാവിലെ വരെ CPM ആയിരുന്നു, പക്ഷേ എന്റെ മനസ്സ് ബി.ജെ.പിയോടൊപ്പമായിരുന്നു. മരണം വരെ ബി.ജെ.പി ആയിരിക്കും. ബി.ജെ.പി എന്റെ ഇഷ്ടമാണ്. പെട്ടിയെടുപ്പുകാർക്ക് അവസരം കൊടുക്കുന്നതായി CPM മാറി എന്നും ഗൂഗിൾ മാധ്യമങ്ങളോട് പറഞ്ഞു. 2021 ഗൂഗിൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചത്. തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ മദ്യപിച്ച് ഡാൻസ് ചെയ്ത വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സംഘടനയിൽ നിന്ന് ഗൂഗിളിനെ പുറത്താക്കിയിരുന്നു. എന്നാൽ അത് CPM നേതാക്കളുടെ ട്രാപ്പായിരുന്നുവെന്ന് ഗൂഗിൾ പ്രതികരിച്ചു. CPM നേതാക്കൾ തനിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനകൾ ഞാൻ അറിയാതെ CPM ആയതാണ് എന്നാണ് മുൻ ജില്ലാ സെക്രട്ടറിയായ ഗൂഗിൾ പറയുന്നത്. എന്നാൽ തന്റെ മനസ്സ്, തന്റെ ജീവിതം അല്ലെങ്കിൽ തന്റെ പ്രവർത്തികളും തന്റെ മനസ്സും എന്നും ബി.ജെ.പിക്കൊപ്പമായിരുന്നു. പ്രവർത്തിച്ചിരുന്നത് CPM-നൊപ്പമാണ്, SFI-ക്കൊപ്പമായിരുന്നു. എന്നാൽ പ്രവർത്തിച്ചിരുന്ന സമയത്തെല്ലാം ഒരു കള്ളത്തരവുമില്ലാതെ ആ പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ മനസ്സ് എന്നും ബി.ജെ.പിക്കൊപ്പമായിരുന്നു. മരണം വരെ ബി.ജെ.പിയിൽ തുടരും, ബി.ജെ.പിയിൽ മാത്രമേ ഇനി പ്രവർത്തിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു.